ഹലോ, ഇന്ന് നമ്മൾ വീണ്ടും ഒരു നാടൻ കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് തോരക്കറിയാണ് കേട്ടോ. ഇത് തോര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപ്പ് പോലത്തെ സാധനമാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഈ നമ്മൾ തോരപ്പരിപ്പൊക്കെ ഇല്ലേ, അതേപോലത്തെ ഒരു പരിപ്പ് അതിനകത്ത് ഉള്ളത്. അപ്പോൾ കുറേ പേർക്ക് ഈ തോര എന്താണെന്ന് അറിയില്ല കേട്ടോ. കുറേ നാട്ടിൽ ഇത് ഇല്ല തോന്നുന്നു. അത് കാരണം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നെ. അപ്പോൾ പൊടികളിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എടുത്തിരിക്കുന്നത്, പിന്നെ തേങ്ങ, താളിപ്പിനുള്ള കടുക്, വറ്റൽമുളക്, പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്. അപ്പം നമ്മൾ കുക്കറിലേക്ക് ഈ തോര ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ തലേന്ന് കുതിർത്ത് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ട്, ഒരു 2 ഗ്ലാസ്സിൽ അധികം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട്, നമ്മൾ ഉപ്പ് ഇടണ്ട കേട്ടോ, അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. എന്നിട്ട് അത് കുറച്ചധികം വിസിൽ, 7 to 8 വിസിലോളം, അതിലും കൂടുതലാവാം, ഒരു 8 വിസിൽ അല്ലെങ്കിൽ 9 വിസിലോളം നമുക്ക് വേവിച്ചെടുത്താൽ നന്നായി വെന്ത് വരും. ഓക്കെ, അപ്പോൾ വേവ് കുറച്ചധികമാണേ. അപ്പോൾ തലേന്ന് കുതിർക്കുകയാണെങ്കിൽ ഇത്ര ഇതില്ല, ഒരു 5 വിസിലിനൊക്കെ വെന്ത് കിട്ടും. ഓക്കെ, അപ്പം നമ്മളൊന്ന് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത്, അത് ഈ ഒരു കളറിലാണ് വരിക കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത തന്നെ ഈ ഒരു കളറാണ്, നല്ല കാപ്പി കളറിലായിരിക്കും നമ്മുടെ കറി. അപ്പം ഇതൊന്ന് ഇങ്ങനെ നമുക്ക് പ്രസ് ചെയ്ത് നോക്കിയാൽ അറിയും നല്ല വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ വേവ് ശരിക്കും നോക്കണം, നന്നായി വെന്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. ഓക്കെ, ഇത് സിമ്പിൾ കറിയാണ്. ഈ തോര തന്നെ പലതരത്തിലുണ്ടാക്കാം. ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വേറെ വെറൈറ്റി കാണിച്ചു തരാം. ഇതിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ നാട്ടിലൊക്കെ പണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. നമ്മളെ അമ്മ ഒക്കെ പറഞ്ഞു തന്നതാണ്. പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ ഈ വേറെ പച്ചക്കറിയൊന്നും കിട്ടാത്ത സമയത്ത് വീട്ടിൽ തോര ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അത്ര കറിയൊക്കെ ആക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ജസ്റ്റ് തേങ്ങ ചിരവിയത്, ഒരു പിടി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് ഇതല്ല, തിക്കൊന്നുമല്ല, കുറച്ച് ലൂസായിട്ട് തന്നെ ഉണ്ടാകുന്ന കറിയാണ്. വേറെ നമ്മൾ അരപ്പൊന്നും ഇടുന്നില്ല കേട്ടോ, വളരെ സിമ്പിളായിട്ട് ആക്കുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ താളിപ്പാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് ഞാൻ തേങ്ങേനെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പാത്രം വെച്ച് അതിനകത്തേക്ക് താളിപ്പ് റെഡിയാക്കാം. അപ്പം ഞാൻ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണ ഒരു 1.5 ടീസ്പൂണോളം എടുത്ത് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റായ വെളുത്തുള്ളിയാണ് ഇടേണ്ടത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇതിൻ്റെ ടേസ്റ്റ് ഫുൾ ഇതിലാണ് കേട്ടോ. അപ്പോൾ ഒരു 5 to 6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ട് അത് ഇതിലിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് കഴിക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് മേടിച്ച് ഉണ്ടാക്കി നോക്കണം. ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. ഒരു തവണ കഴിച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും ഷുവറായിട്ടും. അപ്പം നമ്മുടെ തോരക്കറി റെഡിയാണ്. ഏറ്റവും സിമ്പിൾ വേയിലാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിച്ചിരിക്കുന്നത്. ഇത് ഹെൽത്തിന് ഒത്തിരി നല്ലതാണ്. അപ്പോൾ അടുത്ത റെസിപ്പി കാണുന്നവരേക്കും ബൈ.